പറവൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ BJPയുടെ പ്രതിഷേധ ധർണ നടത്തി. പൊട്ടിപ്പൊളിഞ്ഞ കോടതി പരിസരവും മഴക്കാലപൂർവ്വ ശുചീകരണ പരാജയവും തുടങ്ങിയ നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെയാണ് BJP ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസ് ധർണ നടത്തിയത്. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈബു ഉദ്ഘാടനം ചെയ്തു. മരണപ്പെട്ട സഹോദരങ്ങളുടെ ആത്മാവിനെത്തി ശാന്തി നേർന്നുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ യോഗം നമുക്കിവിടെ ആരംഭിക്കാം. പറവൂർ നഗരസഭയുടെ കുത്തഴിഞ്ഞ ഭരണത്തിനെതിരെ, കുത്തഴിഞ്ഞ നടപടികൾക്കെതിരെ പറവൂർ ടൗൺ BJP കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധ യോഗം നഗരസഭയുടെ കെടുകാര്യസ്ഥത എന്ന് പറയാം. കാരണം ശുചീകരണവുമായി ബന്ധപ്പെട്ട്, മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നഗരസഭ 100% പരാജയമാണെന്ന് തെളിയിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറവൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ മഴ വന്ന സമയത്ത് പറവൂർ ടൗണിലെ കച്ചേരിപ്പടി ചരിത്രത്തിൽ ആദ്യമായൊരു പ്രളയ ബാധിത ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചു. അത് വാർത്തകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതെല്ലാം നഗരസഭയുടെ ഈ ശുചീകരണ പ്രവൃത്തികളിലുള്ള പരാജയമാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഈ പ്രതിഷേധ യോഗം പറവൂർ നിവാസികളുടെ ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിലുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് BJP ടൗൺ കമ്മിറ്റി ഏറ്റെടുത്ത് നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് എല്ലാ പ്രദേശവും വെള്ളക്കെട്ടിലായ സ്ഥിതി നമ്മളെല്ലാവരും കണ്ടതാണ്. പറവൂർ നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അമ്പേ പരാജയപ്പെട്ട നിലയിലാണ് ഈ കഴിഞ്ഞ ഈ മഴക്കാലം നമ്മൾ കണ്ടത്. ഇതിനെ തുടർന്ന് പറവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടും അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ പല വീടുകളിൽ വെള്ളം കയറി ജനങ്ങൾ ദുരിതത്തിലായ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ സ്ഥിതി തുടർന്നിട്ട് ഏതാണ്ട് വർഷങ്ങളായി. എല്ലാ മഴക്കാലം വരുന്നതിന് തൊട്ട് മുമ്പ് നഗരസഭയിലെ ഏതാനും ചില കാനകൾ അത് കോരുന്നതായി ഭാവിച്ചുകൊണ്ട്, അതേപോലെ കാണിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ നഗരസഭ അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നതിന്, അതിന് സ്ഥായിയായിട്ടുള്ള ഒരു സംവിധാനം രൂപീകരിക്കുന്നതിന് ഇതുവരെയായിട്ടും പറവൂർ നഗരസഭ അധികൃതർ ഒരു നടപടിയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെയാണ് നമ്മുടെ കച്ചേരി മൈതാനം. ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കച്ചേരി മൈതാനം സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് കച്ചേരി മൈതാനം ടൈലുകളിട്ട് അത് സൗന്ദര്യവൽക്കരണം നടത്തി. ആ പണി പൂർത്തിയാകുന്ന സമയത്ത് തന്നെ അതിനെ സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരുടെ ജോലി തടസ്സപ്പെടുത്തി, അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ ഭക്ഷണം തിരിച്ചു വെപ്പിച്ച ആ കൗൺസിലർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ മഴക്കാലം ഇനിയും ശക്തി പ്രാപിച്ചു വരാൻ പോവുകയാണ്. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പറവൂർ കച്ചേരി മൈതാനം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മഴ പെയ്തതിനെ തുടർന്ന് കച്ചേരിപ്പടിയുടെ മുൻവശം ആ ഓട്ടോ സ്റ്റാൻഡ് മുഴുവനായിട്ട് മുങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ മഴക്കാലത്തിന് മുമ്പ് ഈ ഖാനകൾ അത് തുറന്ന് വൃത്തിയാക്കേണ്ട നഗരസഭ അധികൃതർ ഇനിയും കണ്ണു തുറക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണം എല്ലാ വാർഡിലും അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. നഗരസഭ ചെയർപേഴ്സൺ ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ബഷീർ മോക്കിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി രഞ്ജിത് ഭായ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊതുജനാരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം. പക്ഷെ ഇന്ന് എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഭരിക്കുന്നവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണയുമില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അവരുടെ ചുമതല കൃത്യമായി നിർവഹിച്ചാൽ അതിനെ തടസ്സപ്പെടുത്തുന്ന നടപടിക്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കുന്നില്ല. ഞാൻ ഈ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡായ 8ാം വാർഡിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്. ഈ മുനിസിപ്പാലിറ്റിയിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു 50% വരുന്നത് ഈ 8ാം വാർഡിൽ നിന്നാണ് മുനിസിപ്പാലിറ്റി കിട്ടുന്നത്. ഞാൻ പല പ്രാവശ്യം എടുത്ത ആളുകൾ പറഞ്ഞു. നഗരസഭ അധികൃതർ നീതി പാലിക്കുക, പറവൂരിനോടുള്ള അനാസ്ഥ അവസാനിപ്പിക്കുക, മഴയ്ക്ക് മുന്നേ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുക.